ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പതിനേഴാം അധ്യായമായിട്ടുള്ള ശ്രദ്ധാത്രയ വിഭാഗയോഗം മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും, അത് ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം കാരണമായി തീരുന്നതിൻ്റെ പ്രധാന ഘടകമെന്ന്. അതിനെയാണ് ഈ അധ്യായം വളരെ സസൂക്ഷ്മം നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് നമ്മളാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെ ഈ ഗുണങ്ങൾ നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത്, അതിനനുസൃതമായി നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഈ ഗുണങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്നലെ നമ്മൾ പ്രാഞ്ചിയേട്ടൻ്റെ തപസ് എന്നാണ് ഈ രജോ ഗുണികളുടെ തപസ്സിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മളോട് ഒരാൾ സംശയം ചോദിച്ചു, എന്തിനാണ് ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നത് എന്ന്. കാരണം എന്തിനാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ വിശദാക്കി കൊടുത്തപ്പോൾ ആൾക്ക് വളരെ ബോധ്യമായി. കാരണം നമ്മളെ സ്വാധീനിക്കുന്ന ചില സിനിമകളും അതിലെ കഥാപാത്രങ്ങളും, അപ്പോൾ അവരുടെ ഒരു സ്വഭാവം നമുക്കറിയാം. അങ്ങനെയാണ് പിന്നീട് അങ്ങനെ ഒരു പ്രയോഗങ്ങളൊക്കെ നിലവിൽ വരുന്നത്. അയാളൊരു പ്രാഞ്ചിയേട്ടനാണ്, അയാൾ പാവം എന്താണ് ഒരു വാത്സല്യത്തിലെ ഒരു വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രമുണ്ട്, വളരെ ത്യാഗിയായിട്ടുള്ള. അങ്ങനെ 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 പറയാറുണ്ട്. എന്തിനാണെന്നാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം തന്നെ അത് ഉൾക്കൊള്ളുന്നു, ആ കഥാപാത്രം ഉൾക്കൊള്ളുന്നു. അപ്പം അത് അങ്ങനെ പലരും ഉണ്ട്, പലതും നമ്മൾ ഉദാഹരിക്കാറുള്ളത് അങ്ങനെയാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഇതിനനുസൃതമായ തപസ്സുകൾ, കർമ്മങ്ങൾ, അതിനെ കാണുമ്പോൾ ഇതിൽ നിന്ന് വേണം നമ്മൾ എന്ത് മനസ്സിലാക്കാൻ? രാമായണത്തെ മനസ്സിലാക്കാൻ. അപ്പം രാമായണം കഥ പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ്. സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഭീഷണൻ, രജോ ഗുണപ്രധാനിയായിട്ടുള്ള രാവണൻ, തമോ ഗുണപ്രധാനിയായിട്ടുള്ള കുംഭകർണൻ വിശ്രവസിൻ്റെ പുത്രന്മാരാണ്. ഈ 3 പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടാണ് ഇവർ ഈ 3 ഗുണങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ്, എല്ലാം ഗീത പറയുന്നുണ്ട്. അപ്പോൾ ആ തത്വചിന്തയിലൂടെ നമ്മൾ ഈ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ ചെയ്തികളെ ഈ ഗുണങ്ങളുടെ ചെയ്തികൾക്കായിട്ട്, ഇപ്പോൾ രാവണൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങോട്ട് പോകും, രാവണൻ്റെ കൂടെ അല്ലെങ്കിൽ രാമൻ്റെ കൂടെ പോകും, എന്നിട്ട് രാവണനെ തെറി വിളിക്കും. രാവണൻ്റെ കൂടെ പോകും, രാമനെ തെറി വിളിക്കും. പാവം കുംഭകർണന് ഫാൻസ് ഇല്ല, നല്ല കാലം. രാവണൻ നല്ല കഥാപാത്രമാണ്, കഥാപാത്രത്തിന് മോശമൊന്നുമില്ല, ശിവഭക്തനാണ്, വലിയ സ്കോളറൊക്കെ ആയിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ്. അപ്പം നമ്മൾ ആത്യന്തികമായിട്ട് ആരുടെയെങ്കിലും പക്ഷം ചേരുന്നതിന് പകരം നമ്മളോട് വ്യാസരോ വാത്മീകിയോ ഓരോരുത്തരും രാമായണത്തെ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കഥ രാമായണമാണെങ്കിലും കഥയിൽ വരുന്ന പ്രധാന സന്ദർഭങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ വ്യാസരുടെ രാമായണവും വാത്മീകിയുടെ രാമായണവും
വലിയ വ്യത്യാസമുണ്ട്. കമ്പരാമായണം അതിൽ നിന്നും വ്യത്യാസമുണ്ട്. ഗോസ്വാമി തുളസീദാസിൻ്റെ രാമായണം അതിലും വ്യത്യാസമുണ്ട്. ഈ വ്യാസർ ഈ വാത്മീകി തന്നെ എഴുതിയിട്ടുള്ള രാമായണത്തിൽ പെട്ടതാണ് ശ്രീരാമോദന്തം. കാരണം നമ്മൾ ആദ്യം പഠിക്കുന്നത് അതാണ്, ആശ്രമത്തിലല്ല, സ്കൂളിൽ. സംസ്കൃതം പാഠ്യ വിഷയമായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലോ 9ാമോ ആണ് ശ്രീരാമോദന്തം വരുന്നത്. ശ്രീരാമോദന്തം വാത്മീകി വിരചിതമാണ്. അപ്പോൾ അത് രാമായണത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള, അതിനെ സംഗ്രഹിച്ച്, വളരെ ചെറിയ പുസ്തകം, കൊച്ചു പുസ്തകമാണെങ്കിലും അതിൻ്റെ സംഗ്രഹമാണ്. അതിൽ ഈ 3 പേരുടെ തപസ്സാണ് ആരംഭിക്കുന്നത്. പുരാ വിശ്രവസഹ രാവണോ നാമ രാക്ഷസ ആസീത്, അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. രാമനെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, രാവണനെയാണ് പറയുന്നത്. പിന്നെ അവൻ്റെ അനുജന്മാരെക്കുറിച്ച് പറയുക. അപ്പോൾ വാത്മീകി തന്നെ 2 വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം താല്പര്യം എന്താണ്? ഗായത്രിയുടെ മഹാവാക്യം, ഗായത്രിയുടെ മഹാവിസ്താരമായിട്ടാണ് രാമായണത്തെ പറയുന്നത്. അപ്പോൾ ഗായത്രിയുടെ മഹാവിസ്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. 24 അക്ഷരങ്ങളാണ് ഗായത്രി എന്ന് പറയുന്നത്. ഈ 24 അക്ഷരങ്ങളിലെ ഓരോ അക്ഷരങ്ങൾക്ക് 1000 ശ്ലോകം വീതം. അങ്ങനെ 24,000 ശ്ലോകങ്ങളാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാമായണത്തിൻ്റെ പേര് രാമായണം എന്നാണോ? അല്ല, ചതുർവിംശതി സാഹസ്രി എന്നാണ്, 24,000 എന്ന്. അപ്പം ചതുർവിംശതി സാഹസ്രി എന്നത് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഗായത്രിയുടെ വിസ്താരം എന്നത് അന്തർലീനമാണ്. ഇതൊക്കെ മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കുകയും ഒരു മനുഷ്യനിൽ തന്നെ എത്രമാത്രം വൈവിധ്യങ്ങളായ കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങളെ ഏറ്റുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് 3-4 അധ്യായങ്ങളിലൊക്കെ. 2ാം അധ്യായത്തിൽ അപ്പോൾ നമ്മൾ മാത്രം അറിയുന്നൊരു, ഞാൻ മാത്രം അറിയുന്നൊരു ഞാനുണ്ട്. ആ ഞാനിന് മാത്രമേ അറിയൂ, വേറെ ഒരാൾക്കും അറിയില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അറിയില്ല ആ ഞാനിനെ. ആ ഞാനിനെ ഞാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു ഞാനുണ്ടല്ലോ ഓരോരുത്തരും. എന്നാൽ ആ ഞാൻ മാത്രം അറിയുന്ന ഞാൻ എന്ന് പറയുന്നത് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ശരിയായ മറ്റൊരു ഞാനുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വരൂപം. അത് വേറെ, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ആ ഞാനെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ വേറെ ഞാനുകളൊന്നുമില്ല, അതൊന്നേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ വ്യവഹാര ലോകത്തിൽ തന്നെ ആരും അറിയാത്ത ഒരു ഞാൻ. പിന്നെയോ ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഞാൻ, എപ്പോഴും. അത് ഭാര്യയുടെ മുന്നിലും ഭർത്താവിൻ്റെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും, ഇനിയിങ്ങനെ ഓരോരുത്തരുടെ മുന്നിലും ഓരോ ഞാനുണ്ട്. ഓഫീസിൽ പോയാൽ ഞാൻ ഒരു ഞാൻ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഞാൻ, റോട്ടിലൊരു ഞാൻ, മാർക്കറ്റിലൊരു ഞാൻ, ഒരുപാടുണ്ട്. എന്നാലും ഞാൻ മാത്രം അറിയുന്ന ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഞാൻ അറിയാത്തൊരു ഞാൻ, നാട്ടുകാരറിയുന്ന ഞാൻ. അങ്ങനെ അനേക വ്യക്തിത്വങ്ങൾ നമ്മളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്, അനേകം. ഇതിനെയൊക്കെ അപഗ്രഥിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഓരോരോ എന്താ പറയുക, കഥാപാത്രങ്ങളായിട്ട്. രാവണൻ്റെ 10 തല എന്നൊക്കെ പറയുമ്പോൾ എന്താ?
10 മുഖങ്ങളാണ്. രജോ ഗുണത്തിൻ്റെ 10 മുഖങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഹങ്കാരം, ദമ്പം ഇത്യാദി കൊണ്ട് നടത്തുന്ന പൂജാദികൾ. രാവണൻ പൂജ ചെയ്യുന്നു, ശിവനെ പൂജിക്കുന്നു. ഒരു ഫേസാണ് രാവണൻ്റെത്. വേറൊരു ഫേസിൽ രാവണൻ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേമാഭ്യർത്ഥന നടത്തുന്ന രാവണൻ. ഡീസൻ്റ് രാവണനുണ്ട്, മഹാ തല്ലിപ്പൊളി രാവണനുണ്ട്. ഇതല്ലേ നമ്മളും ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, എൻ്റെ വേറൊരു മുഖം നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ തനിസ്വരൂപം നിങ്ങൾക്ക് അറിയില്ല, എന്നെക്കൊണ്ട് അത് എടുപ്പിക്കരുത് എന്നൊക്കെ പറയും. ഭീഷണി മുഴക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഞാൻ വെടക്കായ അങ്ങേയറ്റം വെടക്കാണെന്നൊക്കെ പറയും. പല സിനിമയിലും അല്ലെങ്കിൽ പലരുടെ ടെലിഫോൺ സംഭാഷണങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അയ്യേ ഇവരിത്ര തരത്താണവരാണോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇന്നത്തെ മലയാളത്തിൽ നമ്മൾ ഓരോ വർത്തമാനമൊക്കെ പറയും, തൊട്ടി വർത്തമാനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ആയിട്ട് സംസാരിക്കുന്നത്. ഇതാരാണിതൊക്കെ? അതേ തൊട്ടി പറഞ്ഞ ആളാണ് നമ്മൾ കാണുമ്പോൾ, നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ അപ്പം ഇതെല്ലാം ഗുണങ്ങളുടെ. അങ്ങനെയാണ് നമ്മൾ ഈ രാമായണത്തെ ആണെങ്കിലും മഹാഭാരതത്തെ ആണെങ്കിലും കാണേണ്ടത്. മഹാഭാരതത്തിലേക്ക് വരുമ്പോഴോ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ്. ആ 4 പുത്രന്മാർ പ്രധാനമായിട്ടുള്ള വ്യാസരുടെ പുത്രൻ, മറ്റത് വിശ്രവസിൻ്റെ പുത്രന്മാരാണ്. അച്ഛൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥം. ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ, ശ്രീശുക ബ്രഹ്മർഷി, വ്യാസരുടെ 4 പുത്രന്മാർ 4 പുരുഷാർത്ഥങ്ങളുടെ പ്രതീകമാണ്. അർത്ഥത്തെയും കാമത്തെയും ധൃതരാഷ്ട്രനും പാണ്ഡുവും പ്രതിനിധാനം ചെയ്യും. പാണ്ഡു കാമത്തെ പ്രതിനിധാനം ചെയ്യും. ധൃതരാഷ്ട്രൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ധനത്തെ, അധികാരത്തെ. അപ്പോൾ അർത്ഥവും കാമവും. ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? വിതുരൻ തന്നെയാണ്. മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീശുക ബ്രഹ്മർഷി. ഇത് 4 വ്യാസരുടെ 4 പുത്രന്മാരാണ്. അപ്പം ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിതുരനും, അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്ന ധൃതരാഷ്ട്രരും, കാമത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാണ്ഡുവും, മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീശുക ബ്രഹ്മർഷി. ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ ശിഷ്യരും അവരൊക്കെ ഈ പറഞ്ഞ മോക്ഷത്തിൻ്റെ പ്രതീകങ്ങളാണ്. പാണ്ഡുവുമായി ചേർന്ന് നിൽക്കുന്ന കാമത്തിൻ്റെ പ്രതീകങ്ങൾ, വിതുരനുമായി ചേർന്ന് നിൽക്കുന്ന ധർമ്മത്തിൻ്റെ പ്രതീകങ്ങൾ. ഇങ്ങനെ ധർമാർത്ഥ കാമ മോക്ഷത്തിൻ്റെ കഥയാണ് മഹാഭാരതം. ആ സംഘർഷങ്ങൾ അത്രയും ആന്തരികമാണ്. ആ വഴിയിലൂടെ അല്ല നമ്മൾ ഈ കൃതിയെ മനസ്സിലാക്കുന്നത് എങ്കിലോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിന് ചിലർ ന്യായവാദം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കേൾക്കാറുള്ളത്, നമ്മളിതിൻ്റെ തത്വചിന്ത പറയുമ്പോൾ നമ്മൾ നേരിടുന്ന കരം,
ഒരുപാട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും കേട്ടിട്ടുള്ളതാണ്. അതിലൊരു ചോദ്യം ഇതാണ്, ഈ ബൈബിളും വിശുദ്ധ ഖുർആനും ഒന്നും ഇങ്ങനെയാണെന്ന് ആരും പറയുന്നില്ലല്ലോ. നോക്കുക, ആരെങ്കിലും ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ, അതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയണം. എന്തിനത്ര ശാഠ്യം പിടിക്കുന്നത്? ഇതിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ശാസ്ത്രം അതിൽ തന്നെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ആരാധനാ സമ്പ്രദായങ്ങളെയോ വിശ്വാസ പ്രമാണങ്ങളെയോ ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കേണ്ട. ഇത് മനസ്സിലാക്കുന്നതിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഈശ്വര സങ്കല്പത്തെ ഓരോ മതങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിലാണ്. സാമ്യതകളുണ്ട്, വിഭിന്നമായ രീതികളുണ്ട്. എന്തായാലും ഇവിടെ അജ്ഞാനികളുടെ സത്വരജ തമോ ഗുണങ്ങളുടെ തപസ്സിനെക്കുറിച്ച് കഴിഞ്ഞ 18-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞ് നിർത്തി. ഇനി താമസമായിട്ടുള്ള തപസ്സിൻ്റെ അത് ഹേതുവായി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ തമസ്, സത്വം തമസ് രജസ്സിന് അനുസൃതമായിട്ടുള്ള കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ദാനത്തിൻ്റെ രഹസ്യമാണ്, അതിൻ്റെ വിവരണമാണ് തുടർന്ന് പറയുന്നത്. 19 വരെ നമ്മൾ കണ്ടു. മൂഢഗ്രാഹേണ ആത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാധനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണ, മൂഢവിശ്വാസം കൊണ്ട് തന്നെ പീഡിപ്പിക്കുക, അതുപോലെ അന്യനെ പീഡിപ്പിക്കുക. പീഡയാ പരസ്യ, ആത്മന പീഡയാ പരസ്യ പീഡയാ. ഉത്സാധനാർത്ഥം വാ, അവരുടെ നാശത്തിനായിട്ടോ യത് തപഃ ക്രിയതേ, യാതൊരു കർമ്മങ്ങൾ, തപസ്സെന്ന് പറഞ്ഞാൽ അതിനായിക്കൊണ്ട് ചെയ്യുന്ന, അതിനൊരു തപമുണ്ട് എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിഞ്ഞ് പണിയെടുക്കുക ഇതിനു വേണ്ടിയിട്ട്, മറ്റുള്ളവൻ്റെ നാശത്തിന് വേണ്ടി. അതെല്ലാം എന്താണ്? താമസം എന്ന് പറയപ്പെടുന്നു. ഇത്ര വരെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ച് 19-ാമത്തെ ശ്ലോകം. 20-ാമത്തെ ശ്ലോകത്തിൽ പറയണം, അപ്പോൾ തമോ ഗുണപ്രധാനമായ തപസ്സിൻ്റെ അടിസ്ഥാനം തന്നെ മൂഢവിശ്വാസമാണ്, അതോ അജ്ഞാനമാണ്. ആ വിവരക്കേടിൻ്റെയും മൂഢവിശ്വാസത്തിൻ്റെയും ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. തുടർന്ന് പറയാം, ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. സാത്വികമായ ദാനത്തെക്കുറിച്ച് പറയുന്നു. സാത്വികമായ ദാനം എന്ന് പറഞ്ഞാൽ ശരിയായ കൊടുക്കൽ, അത് ശരിയാവും വണ്ണമാണ് കൊടുക്കുന്നത്. എങ്ങനെ നമ്മൾ ഒരാൾക്ക് ഒന്ന് കൊടുക്കണം, അതാ പറയുന്നു. അതെന്തായാലും പലതും നമുക്ക് കൊടുക്കാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം. എന്തൊക്കെ കൊടുക്കാമെന്നാണ്. ഒന്ന്, ഭയപ്പെട്ട് കഴിയുന്ന ഒരാൾക്ക് ഭയപ്പാടിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് ആശ്രയിച്ച് വരുമ്പോൾ, രാമായണത്തിൽ രാമൻ പറയുന്നുണ്ട്, കൊടുക്കുന്നതിൻ്റെ മഹത്വം പറയുന്നതാണ്. വിഭീഷണൻ വരുമ്പം അവിടെയാണ് ഈ അഭയാർത്ഥി നിയമമൊക്കെ രാമായണത്തിൽ പറയുന്നത്. പറയുമ്പോൾ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ അഭയാർത്ഥി നിയമമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ, മറ്റേ രാമൻ്റെ അഭയാർത്ഥി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയം, അഭയം പ്രാപിച്ച് ശരണാഗതനാകുന്നവൻ ആരോ, അവൻ്റെ കുലം, ജാതി, വർണ്ണം ഇത്യാദികളൊന്നും നോക്കരുത്, അവന് അഭയം കൊടുക്കണമെന്നാണ്. അങ്ങനെ വിഭീഷണനെ ഇതിലേക്ക് സ്വീകരിക്കാൻ രാമനോട് മറ്റുള്ളവർ പറയും, അത് ശരിയല്ല എന്ന് പറയും. കാരണം ഇവൻ നമ്മുടെ ശത്രുവിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്,
ശത്രുവിൻ്റെ അനിയനും കൂടിയാണെന്നാ. അപ്പോൾ അത് രാമായണത്തിൻ്റെ കാഴ്ചപ്പാട് അവിടെ വളരെ വിസ്തരിക്കുന്നുണ്ട്, അവർ രാജനീതി പറയുന്നുണ്ട്. അപ്പോൾ ദാനത്തിൽ അഭയം ദാനമാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. അത് ശ്രദ്ധയോടുകൂടി കൊടുക്കണം എന്നാ, ശ്രദ്ധയാതെ. പിന്നെ ഒന്ന് അന്നം, ഭക്ഷണം, അതും കൊടുക്കേണ്ടതാണ്. നമ്മൾ അന്നദാനം, മഹാദാനം എന്ന് പറയും, രക്തദാനം, അവയവദാനം, ഇന്ന് നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. വിദ്യ, അറിവ് കൊടുക്കേണ്ടതാണ്. ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. അതുപോലെ ആശ്രിതരായി വരുന്നവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളത് ദാനമാണ്. അപ്പോൾ ഇവിടെ ഈ ദാനത്തിൻ്റെ, സാത്വികമായ ദാനത്തിനെ കുറിച്ച് പറയുന്നു. ദാതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ഇതും വേണ്ട, സംശയം വേണ്ട. ദാതവ്യം ഇതി അങ്ങനെ ഉറപ്പുവെച്ച് ദാനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തിൽ അനുപകാരിണെ ഉപകാരിയല്ലാത്തവന് ദേശേ കാലേ പാത്രേ ച, ദേശം ഏത് ദേശത്ത്, കാലേ ഏത് കാലത്തിൽ, പാത്രേ, പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷരാർത്ഥത്തിലുള്ള പാത്രമല്ല, സ്വീകർത്താവിൻ്റെ അത് വാങ്ങാനുള്ള യോഗ്യതയാണ്. അതിൽ യദ് ദാനം ദീയതേ, യാതൊരു ദാനം ചെയ്യുന്നുവോ, തദ്ദാനം സാത്വികം സ്മൃതം, അത് സാത്വികമായിട്ടുള്ള ദാനമാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ ദാനത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കൊടുക്കണം. എങ്ങനെ കൊടുക്കണം എന്നാ, ശ്രദ്ധയാദേയം, സംവിധാദേയം. ഉപനിഷത്ത് പറയുന്നതാ, ശ്രദ്ധയോടുകൂടി കൊടുക്കണം. അതുപോലെ തന്നെ സംവിധാദേയം, നല്ലവണ്ണം കൊടുക്കണം. ഇനി ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതും പ്രധാനം, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്വത്വനിവൃത്തി, പരസ്വത്വാപാദനം ദാനം. സ്വസ്വത്വനിവൃത്തി, നമ്മുടെ സ്വത്വത്തെ, ഉടമസ്ഥതയെ നിവർത്തിക്കണം. എൻ്റേത് എന്നത് നമ്മൾ നിവർത്തിക്കണം. എന്നിട്ട് പരസ്വത്വാപാദനം, പരൻ്റെതിലേക്ക് ചേർക്കണം. നിൻ്റേതാണിത്. രണ്ട് അർത്ഥമാണ് അതിനുള്ളത്. ഭഗവാന്റേതാണ്, ഇതെൻ്റേതല്ല, ഈശ്വരൻ്റേതാണ്. അങ്ങനെ അതുകൊണ്ടാണ് അത് ശ്രദ്ധയാദേയം എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കൊടുക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള തിരിച്ചു കിട്ടും എന്ന ഒരു ആഗ്രഹം കൂടാതെ, അനുപകാരിണെ, എന്തെങ്കിലും തനിക്ക് കിട്ടും, ഇന്ന് കൊടുത്താൽ എനിക്ക് നാളെ എന്തെങ്കിലും കിട്ടും, അതുമില്ല എന്ന് പറയാം. അതുപോലെ തന്നെ എന്താ, ദേശേ കാലേച്ച്, ദേശവും കാലവും പാത്രവും. ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ വിദേശത്തു നിന്നൊക്കെ ആളുകൾ
അപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ പോകുന്നു, അവിടെ താമസിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ മൈനസിൽ ഒക്കെ നമ്മളിട്ട് നടക്കുന്ന വൂളൻ ജാക്കറ്റ്, അങ്ങനെയുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വല്ല ലാഭത്തിലൊക്കെ കിട്ടി ഈ ഓഫ് സീസണൊക്കെ മാറുമ്പോഴുള്ള സെയിലുണ്ടാവും. അപ്പം നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും ഒക്കെ കഴിയുന്ന ചൂടത്ത് കഴിയുന്നവർക്ക് ഇത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇതൊന്ന് ഇട്ടു വച്ചാൽ നോക്കട്ടെ. അച്ഛനിട്ടു, ഫോട്ടോ ഒക്കെ എടുത്തു, അടിപൊളിയായിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇത് ഞാൻ ഊരട്ടത്, ഭയങ്കര ചൂടെടുക്കുന്നു എന്ന്. ഊരൊന്നും വേണ്ട അച്ഛാ, അത് നല്ലതാണ്. പാവം അങ്ങോർക്ക് അത് അഴിച്ചു വെച്ചപ്പോഴാണ് അത് സമാധാനമായത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ ദേശവും കാലവും നോക്കണം. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഇതാണ് ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് ഈ കാസറോൾ കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം. അതാണ് ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, കാസറോൾ മാത്രമേ ഉള്ളൂ, അട്ടിക്കണക്കിനുണ്ടാവും. ഒരു കാലത്ത് കാസറോൾ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ പ്രഭാഷണത്തിൽ ഇങ്ങനെ അടിച്ചു വിടാറുണ്ട്. കുറേയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആളുകൾ കുറേ പേരൊക്കെ അത് കേട്ടവർ നിർത്തിയിട്ടുണ്ട്, കൊടുത്തവർക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ആ കാസറോളിൻ്റെ കാശ് നോക്കൂ. ഈ കാസറോളിന് എന്ത് വിലയുണ്ടെന്ന് കിട്ടുന്നവരറിയില്ലേ? നിങ്ങൾ എത്ര വലിയ പാക്ക് ചെയ്താലും നിങ്ങൾ 50 രൂപയുടെ കാസറോളാണ് മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതെങ്കിൽ അവർക്കറിയാം അത്. നിങ്ങൾ ആ വലിയ പാക്കറ്റൊന്നും കണ്ടിട്ട് 500 അവരതിന് വിലയിടില്ല. അവർക്കറിയാം മാർക്കറ്റിൽ ഈ സാധനത്തിന് എന്ത് വിലയുണ്ടെന്ന്. ഇത് പൊളിക്കുന്നവർ വിലയിട്ട് വലിയ വിലയുടെ അഗ്രഗണ്യന്മാരായിരിക്കും. നമ്മളതിൽ സ്റ്റിക്കർ മാന്തി എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ കല്യാണത്തിന് നമ്മളൊരു 1000 രൂപയോ 5000 രൂപയോ എന്താണോ നമ്മുടെ കപ്പാസിറ്റി, ആ രൂപ കവറിലാക്കി നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർക്ക് ആവശ്യം എന്താണ്? ധനമാണ് ആവശ്യം. അത് 100 രൂപയായാലും 10 രൂപയായാലും. അതിന് പകരം നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, വെറും വൃത്തികെട്ട കുറേ സാധനങ്ങൾ, ഇതൊക്കെ അവർ അവിടെ കൊണ്ടുപോയി എവിടെ കൊണ്ട് അടുക്കി വെക്കാനാണ്? അപ്പം നിങ്ങൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ആ വീട് എങ്ങനെയുള്ളതാണ്? ആ വീട്ടിൽ ഇത് ആവശ്യമുള്ളതാണോ? ഇവർക്ക് ആകെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യും വീശി പോവുകയാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ എന്നാണ്. അപ്പോൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞു. ആ കാലേ കഴിഞ്ഞു. നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനുള്ളതാണെങ്കിൽ ഈവൻ നമ്മുടെ ലുലു മാളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും. 500 ആണോ 1000 ആണോ 5000 ആണോ 10000 ആണോ 1,00,000 ആണോ അവർ ഗിഫ്റ്റ് കൂപ്പൺ തരും. അത് നിങ്ങൾ കവറിലിട്ട് കൊടുത്താൽ മതി. അവർക്ക് വേണ്ടത് ആ ലുലു മാളിൽ പോയിട്ട് അവർ പർച്ചേസ് ചെയ്തോളും. ഇനി അങ്ങനെയാണ് വേണ്ടതെങ്കിൽ. എന്തിനിത്? കാശാണ് അവരുടെ അത്യാവശ്യം. സ്വർണം കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ? അത് കാശിന് തുല്യമാണ്. സ്വർണം കൊടുക്കാം. അതൊരു ചെറിയ കോയിനായിട്ടോ ഒരു തുണ്ടായിട്ടോ ഒക്കെ കൊടുക്കാം. മറ്റതെല്ലാം വേസ്റ്റാണ്, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉപകാരമുള്ള അവർക്കതൊരു ആവശ്യമായൊരു സാധനമായിരിക്കണം. ഒരു മിക്സി ഇല്ലാത്തൊരു വീടാണ് എന്നിരിക്കട്ടെ, അവർക്കൊരു മിക്സി കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോട് പറയുന്നു, ഞങ്ങൾ കല്യാണമായിട്ട് മിക്സി മേടിച്ചു തരാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി അത് മേടിക്കണ്ട. കാരണം അറിയില്ലല്ലോ,
അവിടേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ ഇവരത് മേടിക്കാൻ ആലോചനയുണ്ട്, അവർ മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മിക്സി കൊടുത്താൽ കുഴപ്പമാണ്. അപ്പോൾ അതിലൊരു സസ്പെൻസ് ഒന്നും വേണ്ട, ഞങ്ങളത് മേടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ അഭിപ്രായമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി, എന്താ ഇഷ്ടമുള്ള മേടി. അപ്പോൾ നല്ലൊരു സാധനം, ഒറ്റ നാളികേരം അരക്കലിൽ കത്തിപ്പോണ ജാതി ആയിരിക്കരുത്. ഈ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ട് 50 രൂപയ്ക്ക് ഉള്ള സാധനം ആവരുത്. ഒരു വാറണ്ടിയൊക്കെ ഉള്ള, ആ വാറണ്ടി കാർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇന്നടുത്ത് നാം മേടിച്ചത്. അതിൻ്റെ വില എത്രയാണെന്ന് അവരോട് പറയണമെന്നൊന്നുമില്ല, അതിലുണ്ടല്ലോ അതൊക്കെ ബില്ല് സഹിതം അതിൽ കൊടുക്കുന്നത്. അതൊരു അന്തസ്സാണ്. അതാണ് ഈ സാത്വികമായിട്ടുള്ള മറച്ചു വയ്ക്കലൊന്നുമില്ലാതെ 100 രൂപേന് ഒരു 0 കൂടെ എഴുതി ചേർത്ത് 1000ൻ്റെ സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ദേശവും കാലവും, ദേശേ കാലേച്ച പാത്രേച്ച, പാത്രം എന്ന് പറഞ്ഞാൽ ഈ മേടിക്കുന്ന ആളുടെ ഒരു കപ്പാസിറ്റിയാണ്, പാത്രത്തിൻ്റെ അളവാണ്. അപ്പോൾ അവനെന്താണ് വേണ്ടത്, അതാണ് അറിഞ്ഞു കൊടുക്കൽ. അത് വളരെ പ്രധാനമാണ്, അതാ കൊടുക്കേണ്ടത്. അപ്പോൾ അപ്പൂപ്പൻ്റെ 80ാം പിറന്നാളിന് പോവുകയാണ്. നമ്മളങ്ങനെ ഒരു അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ ഈ മറ്റേ ബ്രൂസിലേക്ക് ഉപയോഗിക്കുന്ന നഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനവും, പിന്നെ ഈ കട്ട പോലെ ഇങ്ങനെ കൈ ഇതാക്കുന്ന, അതങ്ങോട്ട് പിടിച്ച് പ്രസ് ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇത് കൊച്ചുമോൻ കൊണ്ട് കൊടുത്താണ് അത്ര ബർത്ത്ഡേ ആയിട്ട്. അപ്പൂപ്പൻ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണം, നീ നഞ്ചക്കൊക്കെ ഈ 80 വയസ്സുള്ള ആൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളിപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നായ എറിയാൻ. അപ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കുന്നു അത് പ്രധാനമാണ്. നമ്മൾ കൊണ്ടുപോയിട്ട് അവരിലെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് ജീവിതത്തിൽ ബർമൂഡ ഇടാത്ത അപ്പൂപ്പനോട് ബർമൂഡ ഇട് അപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് നൈക്കിൻ്റെ ബർമൂഡയാണ് അപ്പൂപ്പ, ഇത് സുഖമാണ് അപ്പൂപ്പന്, ഇത് മതി, ഇട്ടിങ്ങനെ നടന്നാൽ മതി ഒക്കെ അവരെ സംബന്ധിച്ച് ആൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാം. അപ്പം ദേശം, കാലം, പാത്രം അങ്ങനെ അറിഞ്ഞു കൊടുക്കപ്പെടുന്നതാണ് സാത്വികമായിട്ടുള്ളത്. പിന്നെയോ അനുപകാരിണേ എന്നുള്ളതിന് തിരിച്ചു കിട്ടും എന്ന്, നാളെ ഇതിങ്ങോട്ട് റിട്ടേൺ ആയിട്ട് വരും എന്നുള്ള ചിന്തയും ഇല്ലാതെ, ഇതല്ലാതെ ചെയ്യുന്നതെല്ലാം തന്നെ ഉണ്ടല്ലോ ഇവിടെ പറയണം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. യത് ദാനം, യാതൊരു ദാനം, പ്രത്യുപകാരാർത്ഥം, പ്രത്യുപകാരത്തിനായിട്ട്, കൈക്കൂലി, അത് തന്നെ. പുനഃ ഫലം ഉദ്ദിശ്യവ, അപ്പോൾ അതിൻ്റെ ഫലം, ഇവന് ഞാനിത് കൊടുത്താൽ എനിക്കിന്നത് കിട്ടും. ആ കൈക്കൂലി കൊടുത്ത് മേടിക്കുന്നത് ഏതാണോ, ഈ കൈക്കൂലിയെല്ലാം കൊടുക്കലും വാങ്ങലും പരിക്ലിഷ്ടം, വളരെ ക്ലേശിച്ചിട്ടാണ് ചിലപ്പോൾ കൈക്കൂലിയൊക്കെ കൊടുക്കുക, ചിലർ ചോദിച്ചാൽ മേടിക്കുക. അതെന്താണ്? രാജസംസ്മൃതം, രജോ ഗുണമായിട്ടുള്ളതാണ്. അപ്പം കൈക്കൂലി മുതലായിട്ടുള്ളതെല്ലാം രജോ ഗുണപ്രധാനമായിട്ടുള്ളത്. ഇനി തമോ ഗുണപ്രധാനമായിട്ടുള്ളത് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതും ചിന്തിക്കാം. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ, കാലവുമില്ല ദേശവുമില്ല. നേരത്തെ പറഞ്ഞ അപ്പൂപ്പന് ഇതൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപാത്രേഭ്യ, അർഹതയില്ലാത്തവൻ, അവനതിൻ്റെ ആവശ്യമില്ല. ആ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ വേണ്ടാത്ത ഈ കൊണ്ടുവന്നിട്ട് ഇത് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും ഈ കൊടുത്തവരെ കുറിച്ചിട്ട്. വല്ല കാര്യമുണ്ടോ? എന്നാൽ പിന്നെ ഇത് എടുത്ത് വരെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പം പണങ്ങും.
അപ്പോൾ ഇതുണ്ടോ അവിടെ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെയുണ്ടായി. ഉടമസ്ഥത നിവർത്തിക്കാതെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപാത്രേഭ്യ അർഹതയില്ലാത്തവന് അസത്കൃതം, അതൊരു വേണ്ട വിധിയാവണ്ണത്തിലല്ലാതെ, സത്കാരമാനാർത്ഥമല്ലാതെ അസത്കൃതമാണ്. ശ്രദ്ധയില്ലാതെ, ബഹുമാനമില്ലാതെ ഒക്കെ അവജ്ഞാതം, അത് നമ്മൾ 2 കൈ കൊണ്ടൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കണം എന്ന് പറയാം. അത് കൊണ്ടുപോയിക്കോ എന്ന് പറയും. എന്നാ എടുത്തോ. ഒരു ആദരവും പ്രകടിപ്പിക്കാതെ യദ്ദാനം ദീയതേ, യാതൊന്നാണോ കൊടുക്കുന്നത്, തത് താമസം. ഈ തമോ ഗുണികളുടെ കൊടുക്കലൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൊടുക്കണം എന്നാണ്. അതെന്ത് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ കൊടുക്കുന്നതിൻ്റെ എന്താ പറയുക, കൊടുക്കുന്നതിൽ കുഴപ്പങ്ങളുണ്ടായാൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കരുത്. പിന്നെ ഓഹം എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുക, കഴിഞ്ഞു. ഓന്തിൻ്റെയൊക്കെ നൃഗൻ്റെ കഥ പറയുന്നത് രാമൻ അതുകൊണ്ടാണ്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.